Today, my topic of discussion is digestive system of frog. Digestive system of frog consists of basic ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? alimentary canal and digestive glands. ഇത് രണ്ടാണ് digestive system of frogല് മെയിൻ പാർട്സ്. Then alimentary canal എന്ന് പറയുമ്പോൾ എന്താണ്? ലോങ് ആൻഡ് കോയിൽഡ് ട്യൂബാണ് അല്ലേ? ലോങ് ആൻഡ് കോയിൽഡ് ട്യൂബാണ് അലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് അലിമെന്ററി കനാലിലുള്ളത്? ഫ്രോഗാണ് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ബക്കൽ കാവിറ്റി, then pharynx, esophagus, stomach and intestine. ഇത്രയും പാർട്സ് ആയിട്ട് നമുക്ക് നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ പറയാം അല്ലേ? അപ്പോൾ എന്താണ്? അലിമെന്ററി കനാൽ ആൻഡ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഉണ്ട്. അതിന് അലിമെന്ററി കനാലിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്. അലിമെന്ററി കനാൽ ഈസ് എ ലോങ് ആൻഡ് കോയിൽഡ് ട്യൂബാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? ബക്കൽ കാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. ഫസ്റ്റ് വൺ ഈസ് ദി ബക്കൽ കാവിറ്റി. ബക്കൽ കാവിറ്റി പറ്റിയാണ് നമ്മൾ ആദ്യം പറയാം. ബക്കൽ കാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ വൈഡ് സ്പേസ് ഇൻ ടു വിച്ച് മൗത്ത് ഓപ്പൺസ് അല്ലേ? വൈഡ് സ്പേസ് ആണ്, അതിലേക്കാണ് മൗത്ത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും? ദെൻ ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ അപ്പർ ആൻഡ് ലോവർ ജോസ്. ഇത് ബൗണ്ട് ചെയ്തിട്ട് അപ്പർ ജോ ഉണ്ട് ആൻഡ് ലോവർ ജോസ്. ദെൻ ഇതാണ് അപ്പർ ജോ. അപ്പർ ജോ ഈസ് ഇമ്മൂവബിൾ. ഇമ്മൂവബിൾ ആണ് അപ്പർ ജോ. വേറാസ് ലോവർ ജോ എന്ന് പറയുന്നത് മൂവബിൾ ആണ് കേട്ടോ. ലോവർ ജോ മൂവബിൾ ആണ്. ഇനി അപ്പർ ജോയില് ബെയേഴ്സ് എ റോ ബാക്ക്വേർഡിലി ഡയറക്റ്റഡ് ആയിട്ടുള്ള മാക്സിലറി ടീത്ത് കാണുന്നുണ്ട് കേട്ടോ. ദെൻ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ബക്കൽ റൂഫ്. ബക്കൽ റൂഫിന്റെ ആൻറ്റീരിയർ പാർട്ടിലോട്ട് വരുമ്പോൾ എ പെയർ ഓഫ് ഇന്റേണൽ നോസ്ട്രിൽസ് ഓർ നെയേഴ്സ് കാണേണ്ടത്. ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ബക്കൽ റൂഫ് possess a pair of internal nostrils or nares. Internal nostrils. They communicate with external nostrils through nasal canals. അത് നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പൊ എക്സ്റ്റേണൽ നോസ്ട്രിൽസുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എന്താണ്? നേസൽ കനാൽസ് വഴിയാണ്. ഇനി ബിറ്റ്വീൻ ദി ഇന്റേണൽ നോസ്ട്രിൽസ് ടു പ്രൊമിനൻസസ് കാണുന്നുണ്ട്. ഈ പ്രൊമിനൻസസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടീത്തിലെ ഗ്രൂപ്പ് ഓഫ് ടീത്ത് ലൈക്ക് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്, ഒറിജിനേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതിനെയാണ് വോമറൈൻ ടീത്ത് എന്ന് പറയുന്നത്. വോമറൈൻ ടീത്ത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? ബക്കൽ കാവിറ്റി കൺസിസ്റ്റ് ഓഫ് എന്താണ്? ഇമ്മൂവബിൾ ആയിട്ടുള്ള അപ്പർ ജോവും മൂവബിൾ ആയിട്ടുള്ള ലോവർ ജോവും ആണെന്ന് പറഞ്ഞു. ദെൻ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ബക്കൽ റൂഫ് കൺസിസ്റ്റ് ഓഫ് ടു internal nostrils. They communicate with external nostrils by means of nasal canals പറഞ്ഞു. Then born on the two prominence of internal nostrils എന്താണ്? ഒരു ടീത്ത് ലൈക്ക് സ്ട്രക്ചർ കാണുന്നുണ്ട്. അതിനെയാണ് വോമറൈൻ ടീത്ത് എന്ന് പറയുന്നത്. ദെൻ പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദ ബക്കൽ റൂഫ് there are two openings. പോസ്റ്റീരിയർ ബക്കൽ റൂഫിന്റെ തന്നെ പോസ്റ്റീരിയർ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു അനദർ ഓപ്പണിങ്സ് കാണുന്നുണ്ട്.
ആ ഓപ്പണിങ്സിനെയാണ് യൂസ്റ്റേഷ്യൻ റിസസസ് എന്ന് പറയുന്നത് കേട്ടോ. യൂസ്റ്റേഷ്യൻ റിസസസ്. യൂസ്റ്റേഷ്യൻ റിസസിന് ലീഡ് ചെയ്തിട്ട് ഉള്ളിലോട്ടാണ് ലീഡ് ചെയ്തിട്ട് എന്തുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് കാണുന്നുണ്ട്. യൂസ്റ്റേഷ്യൻ റിസസസ് ലീഡ്സ് ടു യൂസ്റ്റേഷ്യൻ ട്യൂബ് വിച്ച് ഓപ്പൺസ് ഇൻ ടു ടിംപാനിക് കാവിറ്റി. ടിംപാനിക് കാവിറ്റിയിൽ വന്നിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. വിച്ച് ഈസ് എക്സ്റ്റേണലി ലൈൻഡ് ബൈ ടിംപാനിക് മെംബ്രെയിൻ. അപ്പം എന്താ പറഞ്ഞത് നമ്മൾ, പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദി ബക്കൽ റൂഫ് possesses two openings called eustachian recesses which leads to എന്താണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. അത് ലീഡ് ചെയ്തിട്ടാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് വരുന്നത്. യൂസ്റ്റേഷ്യൻ ട്യൂബ് ഓപ്പൺ ചെയ്യുന്നത് ടിംപാനിക് കാവിറ്റി. അതായത് ടിംപാനിക് കാവിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ്, മിഡിൽ ഇയറിൻ്റെ അവിടെയുള്ളതാണ് കേട്ടോ. ടിംപാനിക് കാവിറ്റിയിൽ വന്ന് ഓപ്പൺ ചെയ്യും. ടിംപാനിക് കാവിറ്റിയെ കവർ ചെയ്തിട്ട് എക്സ്റ്റേണലി ആയിട്ട് ലൈൻ ചെയ്തിട്ട് എന്തുണ്ട്, ടിംപാനിക് മെംബ്രെയിൻ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ ബക്കൽ റൂഫിന്റെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ദെൻ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ബക്കൽ ഫ്ലോർ. ബക്കൽ ഫ്ലോറിന്റെ ആൻറ്റീരിയർ പാർട്ടിലാണ് എന്തുണ്ടാവുന്നത്, ടങ് ലൈ ചെയ്യുന്നത്. ലൈസ് ദി ടങ് ലൈ ചെയ്യുന്നത്. ദെൻ ടങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടങ് ഈസ് മസ്കുലാർ ആണ്. ടങ് എന്ന് പറയുന്നത് മസ്കുലാർ ആണ്. ദെൻ ബൈഫിഡ് ആണ് ആൻഡ് സ്റ്റിക്കി. മസ്കുലാർ ആണ്, ബൈഫിഡ് ആണ്, സ്റ്റിക്കി ആണ്. ബൈഫിഡ് രണ്ടെണ്ണമായിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ടെർമിനലി ബൈഫിഡ് ആണ്. ടെർമിനൽ ഭാഗത്ത് വന്നിട്ട് അത് ബൈഫിഡ് ആണ്. ആൻഡ് മസ്കുലാർ ആണ് ടങ്. ദെൻ അപ്പൊ എന്താണ്, ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ബക്കൽ ഫ്ലോർ എൻഡിൻ നമ്മൾ എന്ത് പറഞ്ഞു, ടങ് ആയിട്ട് വന്ന് കാണുന്നത് എന്ന് പറഞ്ഞു. ദെൻ പോസ്റ്റീരിയർ ബക്കൽ ഫ്ലോറിനെ പോസ്റ്റീരിയർ ഫ്ലോറിലായിട്ട്, ബക്കൽ ഫ്ലോറിന്റെ പോസ്റ്റീരിയർ പോർഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെർട്ടിക്കലായിട്ട് ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ടെന്ന്. ഒരു വെർട്ടിക്കൽ ഓപ്പണിംഗ് ആണിത്, മനസ്സിലായില്ലേ? ആ വെർട്ടിക്കൽ ഓപ്പണിങ്ങിനെ പറയുന്നതാണ് ഗ്ലോട്ടിസ്. Is the glottis. Glottis is the gateway to lungs. ലങ്സിലോട്ടുള്ള ഒരു ഓപ്പണിംഗ് പോലെയാണ് ഗ്ലോട്ടിസ് സഹായിക്കുന്നത്, മനസ്സിലായില്ലേ? മെയിൻ ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഈ ബക്കൽ ഫ്ലോറിന്റെ അവിടെ 2 more ഓപ്പണിങ്സ് കാണുന്നുണ്ട്. അതെന്താണ്, വോക്കൽ സാക്കില് ഓപ്പണിംഗ് വന്നത് ഈ ബക്കൽ ഫ്ലോറിലാണ്. അപ്പൊ ഇത്രയാണ് ബക്കൽ കാവിറ്റി. നമുക്ക് ബക്കൽ കാവിറ്റി ഒന്നും കൂടെ പറയാം. അതായത് അലിമെന്ററി കനാലിന്റെ ഫസ്റ്റ് പാർട്ടാണ് ബക്കൽ കാവിറ്റി എന്ന് പറഞ്ഞു. ബക്കൽ കാവിറ്റിയിലാണ് 2 ഓപ്പണിങ്സ് കാണുന്നുണ്ട്. അപ്പർ ജോ ആൻഡ് ലോവർ ജോന്റെ കേസ് പറയുക. ദെൻ അപ്പർ ജോയില് ആന്റീരിയർ പാർട്ട് ഓഫ് ദി എന്താണ് ബക്കൽ റൂഫില് ഇന്റേണൽ നോസ്ട്രിൽസ് ഉണ്ട്. എക്സ്റ്റേണൽ നോസ്ട്രിൽസുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത നേസൽ കനാൽസ് വഴിയാണ്. ദെൻ ഇന്റേണൽ നോസ്ട്രിൽസിൽ വോമറൈൻ ടീത്ത് ഉണ്ട് എന്നുള്ള കാര്യം പറയാം. ദെൻ എക്സ്റ്റേണൽ ഭാഗത്തായിട്ടാണ് എന്ത് കാണുന്നത്, മാക്സിലറി ടീത്ത് ഉണ്ട് എന്ന് പറഞ്ഞത് അല്ലേ. ദെൻ പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ദി ബക്കൽ റൂഫിലാണ് യൂസ്റ്റേഷ്യൻ റിസസസും അതിൻ്റെ യൂസ്റ്റേഷ്യൻ ട്യൂബും ടിംപാനിക് കാവിറ്റിയുടെ കാര്യമൊക്കെ പറയാം. നെക്സ്റ്റ് ഈസ് ദി ബക്കൽ ഫ്ലോർ. ബക്കൽ ഫ്ലോറിന്റെ ആന്റീരിയർ പാർട്ടിലാണ് ടങ് കാണുന്നത് എന്ന് പറയുക. ദെൻ പോസ്റ്റീരിയർ ഭാഗത്ത് ഒരു വെർട്ടിക്കൽ ഓപ്പണിംഗ് കാണുന്നുണ്ടെന്ന് പറയുക. അതാണ് ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് പറയുന്നത് എന്താണ്, ഗേറ്റ് വേ ടു ലങ്സ് ആണ് കേട്ടോ. ഇത്രയാണ് ബക്കൽ കാവിറ്റി. ദെൻ ബക്കൽ കാവിറ്റി കഴിഞ്ഞ നെക്സ്റ്റ് പോർഷൻ എന്തായിരുന്നു, ബക്കൽ കാവിറ്റി ഈസ് ഫോളോഡ് ബൈ ഫാരിങ്സ്. ബക്കൽ കാവിറ്റിന്ന് ഫോളോ ചെയ്യുന്നത് ഫാരിങ്സിലോട്ടാണ് കേട്ടോ. ഫാരിങ്സ് ഈസോഫാഗസ് ഓർ ഗള്ളറ്റിലോട്ട് വരും. അപ്പൊ എന്താ, ഇതാണ് നമുക്ക് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് മൗത്തിന്റെ പോർഷൻ. അപ്പൊ ആ പോർഷൻ നോക്കിയാണ്, ഇതാണ് ഫാരിങ്സ്. ഇതല്ലേ ഫാരിങ്സ്. ബക്കൽ കാവിറ്റി ലീഡ് ടു ഫാരിങ്സ്. ദെൻ ഫാരിങ്സ് ലീഡ് ടു, ഫാരിങ്സിൽ നിന്ന് എന്താണ് ഒരു ഷോർട്ട് ആയിട്ടുള്ള
ഈസോഫാഗസ് ഓർ ഗളറ്റ്. ഗളറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈസോഫാഗസ് ഓർ ഗളറ്റ്. അപ്പൊ ഇത് ഈസോഫാഗസ് ഷോർട്ടായിട്ടുള്ള ട്യൂബാണ്. അതായത് ഏറ്റവും ചെറിയ ഭാഗമായിട്ടാണ് വരും alimentary canal. Esophagus or gullet. Then esophagus lead to stomach. Stomach തന്നെ രണ്ട് പാർട്ടായിട്ട് കാണുന്നുണ്ട്. സ്റ്റൊമക് ഓർ ഗ്യാസ്ട്രിക് സാക്ക് എന്ന് പറയാം കേട്ടോ. ഈസ് ദി സ്റ്റൊമക്. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ പറഞ്ഞു? ഫാരിങ്സ് പറഞ്ഞു. ഫാരിങ്സ് ലീഡ് ചെയ്തിട്ട് ഈസോഫാഗസ്. അത് ജസ്റ്റ് അതിലേക്കുള്ള ഓപ്പണിംഗ് ഒരു പാസേജിനേ ഉള്ളൂ അല്ലേ? സ്റ്റൊമക്കിലേക്കുള്ള ഒരു പാസേജാ. ഈസോഫാഗസിൽ നിന്ന് എന്താണ്? സ്റ്റൊമക് ഓർ ഗ്യാസ്ട്രിക് സാക്ക്. സ്റ്റൊമക് ഓർ ഗ്യാസ്ട്രിക് സാക്ക്. ദെൻ സ്റ്റൊമക്കിന് രണ്ട് പോർഷൻസ് ആയിട്ട് നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? വൈഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ട്, അതിനെയാണ് കാർഡിയാക് സ്റ്റൊമക് എന്ന് പറയുന്നത്. വൈഡ് കാർഡിയാക് സ്റ്റൊമക് ആൻഡ് നാരോ പൈലോറിക് സ്റ്റൊമക്. ഇവിടെ എന്തൊക്കെയാണ്? ഏതാണ് കാർഡിയാക് സ്റ്റൊമക്ക്? വൈഡ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഈസോഫാഗസ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പോർഷൻ വരേണ്ടത് എന്താണ്? സ്റ്റൊമക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റൊമക്കില് വൈഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ട്, അതാണ് കാർഡിയാക് സ്റ്റൊമക്. ആൻഡ് ഒരു നാരോ പോർഷൻ, കുറച്ച് പോർഷൻ കാണുന്നുണ്ട്, അതിനെയാണ് പൈലോറിക് സ്റ്റൊമക്. പൈലോറിക് സ്റ്റൊമക്. ദെൻ സ്റ്റൊമക്. അപ്പൊ ഈസോഫാഗസ് കഴിഞ്ഞു, സ്റ്റൊമക്ക് കഴിഞ്ഞു. സ്റ്റൊമക് ഓർ ഗ്യാസ്ട്രിക് സാക്ക് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റൊമക് ലീഡ് ടു ഇൻഡസ്റ്റൈൻ. സ്റ്റൊമക്കിൽ നിന്ന് നേരെ ഇൻഡസ്റ്റൈനിലോട്ടാണ് വരുന്നത്. സ്റ്റൊമക് ലീഡ് ടു ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈൻ നമുക്കറിയാം, ഇൻഡസ്റ്റൈൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇൻഡസ്റ്റൈൻ ഡിവൈഡ് ഇൻടു എന്തൊക്കെയാണ്? സ്മോൾ ആൻഡ് ലാർജ് ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈൻ ഉണ്ട്, സ്മോൾ ഇൻഡസ്റ്റൈൻ and large intestine. Then small intestine consists of എന്തൊക്കെയാണ്? duodenum and ileum. Small intestine consists of duodenum and ileum. ആൻഡ് ലാർജ് ഇൻഡസ്റ്റൈൻ അഗെയിൻ കൺസിസ്റ്റ് ഓഫ്, അവസാനിക്കുന്നത് റെക്റ്റത്തിലാണ് കേട്ടോ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു? ഇവിടെ സ്റ്റൊമക്ക് വരെ പറഞ്ഞു. സ്റ്റൊമക്കിൽ എന്തൊക്കെയുണ്ട്? വൈഡ് ആയിട്ടുള്ള കാർഡിയാക് സ്റ്റൊമക്കും ഉണ്ട് ആൻഡ് നാരോ പൈലോറിക് സ്റ്റൊമക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ സ്റ്റൊമക് ലീഡ്സ് ടു ഇൻഡസ്റ്റൈൻ ആണ്. ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ പാർട്ടാണ് ഇതിന് വരുന്നത്. ഇൻഡസ്റ്റൈൻ പാർട്ട് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? സ്മോൾ ഇൻഡസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈൻ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? ഡിയോഡിനം ആൻഡ് ഇലിയം. ആൻഡ് ലാർജ് ഇൻഡസ്റ്റൈൻ കൺസിസ്റ്റ് ഓഫ് റെക്റ്റം. അവസാനിക്കുന്നത് റെക്റ്റത്തിൽ വന്നിട്ടാണ്. ദെൻ ഡിയോഡിനം ഈസ് ഷോർട്ട് ആൻഡ് ആൻറ്റീരിയർലി കേർവ്ഡ് ആയിട്ടുള്ള പാർട്ടാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. ഷോർട്ട് ആൻഡ് ആൻറ്റീരിയർലി curved part of the small intestine ആണ് duodenum. ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി duodenum. ഈ പോർഷനാണ് duodenum എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഷോർട്ട് ആൻഡ് ആൻറ്റീരിയർലി കർവ്ഡ് ഇനീഷ്യൽ പാർട്ട് ഓഫ് ദി. ഇത്രയും നമുക്ക് ഇൻഡസ്റ്റൈൻ ആയിട്ട് എടുക്കാം. ഇൻഡസ്റ്റൈൻ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആൻറ്റീരിയർലി കർവ്ഡ് ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ചെറിയ ഒരു പോർഷനാണ് ഡിയോഡിനം എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഇലിയം ഈസ് ദി ലോങ് ആൻഡ് കോയിൽഡ് ടെർമിനൽ പാർട്ട്.
ഇതാണ് ഇലിയം. ഇത്രയും പോർഷനാണ് ഇലിയം എന്ന് പറയുന്നത്. ഈ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഈ പോർഷനാണ് ഇലിയം. ഇനി വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷൻ ബിറ്റ്വീൻ ദി ഇത് പൈലോറിക് സ്റ്റൊമക് ആണ് നമ്മൾ പറഞ്ഞു. ഇത്രയും പോർഷൻ പൈലോറിക് ആണെന്ന് പറഞ്ഞു. ഇന്ന് ഡിയോഡിനം തുടങ്ങുകയാണ്. അപ്പൊ ഈ ഇവരുടെ രണ്ടുപേരുടെയും ജംഗ്ഷനിലായിട്ട് ചെറിയൊരു കൺസ്ട്രക്ഷൻ പോലെ കാണേണ്ടത്, സ്മോൾ കൺസ്ട്രക്ഷൻ കാണേണ്ട. ആ കൺസ്ട്രക്ഷനെ ഗാർഡ് ചെയ്തിട്ട് എന്താണ്, ഒരു ഫൈലോറിക് സ്ഫിങ്ക്റ്റർ ഉണ്ട്, അതായത് ഒരു ഗാർഡ് ചെയ്യുന്ന ഒരു വാൽവാണ്. അതിനെ പറയുന്നതാണ് പൈലോറസ്. പൈലോറസ് എന്താണ്, ഈ പർട്ടിക്കുലർ പൈലോറിക് സ്റ്റൊമക്കിന്റെ ഡിയോഡിനത്തിന്റെ ജംഗ്ഷനിലായിട്ട് എന്താണ് ചെറിയൊരു കൺസ്ട്രക്ഷൻ കാണുന്നുണ്ട്. ആ കൺസ്ട്രക്ഷനെ ഗാർഡ് ചെയ്യണത് എന്താണ്, പൈലോറിക് സ്ഫിങ്ക്റ്റർ വഴിയാണ്. ആ ഇതിനെ പറയുന്നതാണ് പൈലോറസ്. ആ ജംഗ്ഷനെ പറയുന്നതാണ് പൈലോറസ്. നെക്സ്റ്റ് അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ഇതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, സ്റ്റൊമക്കിന്ന് ഇൻറ്റസ്റ്റൈനിലോട്ട് ഫുഡ് വരാൻ അതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതായത് ഡൈജസ്റ്റഡ് ഫുഡാണല്ലോ ഇതിൽ വരിക. അപ്പൊ അതിൽ റെഗുലേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഈ പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു റെഗുലേറ്ററി മെക്കാനിസം നടക്കുന്നുണ്ട് കേട്ടോ. ദെൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണെന്ന് പറഞ്ഞത്. സ്മോൾ ഇൻറ്റസ്റ്റൈനില് ഇലിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇലിയം ഈസ് ഫോളോഡ് ബൈ, ശരിക്കും ആക്ച്വലി ഇലിയം ഈസ് ഫോളോഡ് ബൈ റെക്റ്റം. അതായത് ഇലിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പ്രധാനപ്പെട്ട പാർട്ടാണ് റെക്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഇലിയം ഈസ് ഫോളോഡ് ബൈ റെക്റ്റം. റെക്റ്റം വന്നിട്ട് അവസാനിക്കുന്നത് ഇതാണ് റെക്റ്റം. റെക്റ്റം നെക്സ്റ്റ് റെക്റ്റം ഓപ്പൺസ് ടു, ഇതാണ് ഈ എൻഡിനെയാണ് എൻഡ് ചെയ്യുന്ന ആ പോർഷനാണ് ക്ലോയാക്ക എന്ന് പറയുന്നത് കേട്ടോ. ക്ലോയാക്ക, ക്ലോയാക്കയിൽ തന്നെയാണ്, പക്ഷേ ഇറ്റ് ഈസ് ദി കോമൺ ചേംബർ ഫോർ, അതായത് ഓപ്പണിംഗ് ആണ് ക്ലോയാക്ക. ഓപ്പണിംഗ് ഫോർ എന്തൊക്കെയാണ്, യൂറിനറി, റീനൽ ആൻഡ് ജെനിറ്റൽ ഡക്ട്സ് എല്ലാം കൂടെ ഈ ക്ലോയാക്കയിൽ തന്നെയാണ് വന്ന് ഓപ്പൺ ചെയ്യുന്നത്. ക്ലോയാക്ക വന്ന് വെളിയിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ആ അപ്പർച്ചറാണ് ക്ലോയാക്കൽ ഓപ്പണിംഗ്. ഇങ്ങനെയാണ് ക്ലോയാക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ക്ലോയാക്കൽ അപ്പർച്ചർ. ദെൻ അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ക്ലോയാക്ക ഈസ് ദി കോമൺ ചേംബർ ഓഫ് ഡൈജസ്റ്റീവ്, എക്സ്ക്രീറ്ററി ആൻഡ് ജെനിറ്റൽ സിസ്റ്റം. ഈ മൂന്ന് സിസ്റ്റത്തിനുള്ള കോമൺ ചേംബർ ആയിട്ട് നമുക്ക് ക്ലോയാക്കയെ കണക്കാക്കാം. അപ്പൊ നമുക്കൊന്നും കൂടെ പറയാം. എന്തൊക്കെയാ പറഞ്ഞേ? ഫസ്റ്റ് വൺ ഈസ് ദി ബക്കൽ കാവിറ്റി എന്ന് പറഞ്ഞു. ബക്കൽ കാവിറ്റി ലീഡ്സ് ടു ഫാരിങ്സ്. ഫാരിങ്സ് ലീഡ് ടു ഈസോഫാഗസ് ഓർ ഗള്ളറ്റ്. അതിന്ന് ഓപ്പൺ ചെയ്യണതാണ് സ്റ്റൊമക്ക്. സ്റ്റൊമക് പോർഷൻസ് രണ്ടെണ്ണം ഉണ്ട്. എന്തൊക്കെയാണ്? കാർഡിയ സ്റ്റൊമക് ആൻഡ് പൈലോറിക് സ്റ്റൊമക്. കാർഡിയാക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള സ്റ്റൊമക്ക് പോർഷനാണ്, മറ്റേത് നാരോ ആണ്. നെക്സ്റ്റ് പൈലോറിക് സ്റ്റൊമക് ലീഡ് ടു ദ ഇൻറ്റസ്റ്റൈനൽ പാർട്ടാണ്. ഇൻറ്റസ്റ്റൈനൽ പാർട്ട് തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനും ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈനും ഉണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനുള്ളതാണ് ഡിയോഡിനം ആൻഡ് ഇലിയം. ഡിയോഡിനം എന്ന് പറയുന്നത് എന്താണ്? നാരോ ആണ്, കുറച്ചൊരു ഷോർട്ടാണ്, കർവ്ഡ് ആൻറ്റീരിയർലി ആണ്. അങ്ങനത്തെ ആയിട്ടുള്ള പാർട്ടാണ് ഡിയോഡിനം. ആൻഡ് ലോങ് ആൻഡ് കോയിൽഡ് ട്യൂബാണ് ഇലിയം എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഈസ് ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് റെക്റ്റമാണ്. റെക്റ്റം വന്ന് അവസാനിക്കുന്നത് ക്ലോയാക്കയാണ്. ക്ലോയാക്കയുടെ പ്രത്യേകത എന്താണ്? അത് ബാക്കി ഡൈജസ്റ്റീവിൻ്റെയും റീനലിൻ്റെയും പിന്നെ എന്താണ് ജെനിറ്റൽ എല്ലാത്തിൻ്റെയും സെക്രീഷൻസ് വന്ന് ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? ക്ലോയാക്കയിലാണ്. ആൻഡ് ഫൈനൽ അത് ഓപ്പണിംഗ് വരുന്നത് ക്ലോയാക്കൽ ഓപ്പണിംഗ് വഴി, ക്ലോയാക്കൽ അപ്പർച്ചർ എന്ന് പറയും. ഇത്രയാണ് അലിമെന്ററി കനാലിന്റെ സ്ട്രക്ചർ. നെക്സ്റ്റ് ഈസ് ദി ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു digestive system of frog consists of alimentary canal and its associated glands എന്ന് പറഞ്ഞു. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഇവിടെ കാണാൻ പറ്റുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആണ്.
നെക്സ്റ്റ് liver, then pancreas and intestinal glands. ഇതിന് ഓരോന്നിനെ പറ്റി പറയാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദി ഗ്യാസ്ട്രിക് ഗ്ലാൻസ്. ഗ്യാസ്ട്രിക് ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ടേം തന്നെ മനസ്സിലാവുന്നുണ്ട്. എവിടെയായിരിക്കും കാണുന്നത്? സീൻ ഓൺ ദി സ്റ്റൊമക് വാൾ. സ്റ്റൊമക് വാളിൽ കാണുന്നതാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ്. ഇവർ സെക്രീറ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഈ സ്റ്റൊമക് വാള് മുകളിൽ കാണുന്ന ഇതാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ്. അപ്പോൾ ഇവർ സെക്രീറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ഇവരുടെ സെക്രീഷൻസിനെ നമുക്ക് എന്ത് പറയാം? ഗ്യാസ്ട്രിക് ജ്യൂസ്. കോമൺ ടേമാണ്. ഗ്യാസ്ട്രിക് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന ആ ഫ്ലൂയിഡിനെയാണ്, അതായത് എൻസൈം കണ്ടെയ്നിങ് ഫ്ലൂയിഡാണ്, ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്യാസ്ട്രിക് ജ്യൂസിൽ പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന് ആസിഡാണ്, HCl ആണ്. പ്രധാനമായിട്ടുള്ള ഗ്യാസ്ട്രിക് ജ്യൂസിലെ ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. ഗ്യാസ്ട്രിക് ജ്യൂസ് കൺസിസ്റ്റ് ഓഫ് HCl ആൻഡ് എൻസൈം എന്ന് പറഞ്ഞു. ഗ്യാസ്ട്രിക് എൻസൈംസ് ആണ്. പ്രധാനമായിട്ടും ഉള്ള ഗ്യാസ്ട്രിക് എൻസൈമാണ് പെപ്സിൻ. വാട്ട് ഈസ് പെപ്സിൻ എന്ന് പറഞ്ഞാൽ, പെപ്സിൻ ഈസ് എ പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് എൻസൈമാണ് കേട്ടോ. പ്രോട്ടീനെ സ്പ്ലിറ്റ് ചെയ്യുന്ന എൻസൈമാണ്. വലിയ പോളിപെപ്റ്റൈഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്മോൾ മോളിക്യൂൾസ് ആക്കാനായിട്ട് സഹായിക്കുന്ന എൻസൈമാണ് പെപ്സിൻ. ദെൻ അപ്പോൾ അത്രയാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസിലുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഈസ് ദി ലിവർ. ലിവറാണ് അടുത്തത്. ലിവറിനെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് കാണുന്നത് തന്നെയാണ്. നമുക്കത് ഇമേജ് വഴി നോക്കാം. ലിവർ ഇറ്റ് ഈസ് എ ട്രൈലോബ്ഡ് ഗ്ലാൻഡ് ആണ്. ലിവർ ഈസ് എ ട്രൈലോബ്ഡ് ഗ്ലാൻഡ്. കണ്ടില്ലേ, ഈ പോർഷനാണ് ലിവർ എന്ന് പറയുന്നത്. ദിസ് പോർഷൻ ഈസ് ദി ലിവർ. ഈ പോർഷൻ ട്രൈലോബ്ഡ് ആയിട്ടുള്ള പോർഷനാണ് കേട്ടോ. ഇറ്റ് ഈസ് ദി ലിവർ. ആൻഡ് വിത്ത്, അപ്പോൾ ഏതൊക്കെയാണ് അതിന് ഒരു മീഡിയൻ ലോബ് ഇവിടെ കാണാണ്ട്. മീഡിയൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലോബ്സ് ഇതിൽ കാണാണ്ട്. ഇതാണ് ലിവർ എന്ന് പറഞ്ഞ പോർഷൻ കേട്ടോ. ഇനി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലോബ്സിൻ്റെ ഏകദേശം നടുവിലായിട്ട് ഒരു ബ്ലാക്ക് കളറിലൂടെ അത് കാണാൻ, അതാണ് ഗോൾ ബ്ലാഡർ. ഗോൾ ബ്ലാഡറിൽ നിന്ന് വരുന്ന ഡക്റ്റിനെ പറയുന്നതാണ് സിസ്റ്റിക് ഡക്റ്റ്. ഗോൾ ബ്ലാഡറിൽ നിന്ന് വരുന്ന ഡക്റ്റാണ് സിസ്റ്റിക്. അപ്പം എന്തൊക്കെയാണ് പറയുന്നത്? ലിവർ ഈസ് എ 3 ലോബുള്ള ഒരു ട്രൈലോബ്ഡ് ആയിട്ടുള്ള ഗ്ലാൻഡാണ്. അതിന് 3 ലോബ്സ് ഉണ്ട്, റൈറ്റ്, ലെഫ്റ്റ് ആൻഡ് മീഡിയൻ ലോബ്. റൈറ്റും ലെഫ്റ്റിൻ്റെ ഇടയിലായിട്ട് വേറൊരു സ്ട്രക്ചർ, അഗെയിൻ സ്മോൾ ഒരു സ്ട്രക്ചർ കാണുന്നതിന് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത്. ഗോൾ ബ്ലാഡർ, ആ ഗോൾ ബ്ലാഡറിൽ നിന്ന് വരുന്ന ഡക്റ്റാണ് സിസ്റ്റിക് ഡക്റ്റ്. ഇനി ഓരോ ലോബും എടുത്ത് നമ്മൾ അനലൈസ് നോക്കണം. ഓരോ ലോബ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയത് സ്മോൾ ലിവർ ലൊബ്യൂൾസ് കൊണ്ടാണ് ഓരോ ലോബ്സും ഉണ്ടാക്കിയത്. ഇനി ഓരോ ലൊബ്യൂളോ സ്മോൾ ലൊബ്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ലൊബ്യൂളിലും ഒരുപാട് പോളിഹീഡ്രൽ ആൻഡ് ക്യൂബോയിഡൽ സെൽസ് കൊണ്ടാണ് ഓരോ ലൊബ്യൂളും ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കും. ആ സെൽസിനെയാണ് നമ്മൾ ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഹെപ്പാറ്റിക് സെൽസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ്? ലിവർ ഈസ് എ 3 ലോബ്ഡ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. ഇനി ആ റൈറ്റ്, ലെഫ്റ്റ് ആൻഡ് മീഡിയൻ ലോബ്, ദെൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലോബിൻ്റെ നടുവിലായിട്ട് എന്തുണ്ട്? ഗോൾ ബ്ലാഡർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ വരുന്ന ഡക്റ്റാണ് സിസ്റ്റിക് ഡക്റ്റ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഈ ലിവർ ലോബ്സ് എടുത്ത് അനലൈസ് നോക്കുകയാണെങ്കിൽ ഓരോ ലോബിലും എന്തൊക്കെയുണ്ട്? സ്മോൾ ലൊബ്യൂൾസ് കാണുന്നുണ്ട്. ഓരോ ലൊബ്യൂളും ഒരുപാട് സ്മോൾ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ആ സെൽസിൻ്റെ ഷേപ്പ് എന്ന് പോളിഹീഡ്രൽ ആൻഡ് ക്യൂബോയിഡൽ സെൽസ് ആണ്. ആ സെൽസിനെയാണ് ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഹെപ്പാറ്റിക് സെൽസ്. നെക്സ്റ്റ് ഈ ഹെപ്പാറ്റിക് സെൽസ് ഓർ ലിവർ സെൽസ്, ഈ ലിവർ സെൽസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ സെക്രീറ്റ് ചെയ്യുന്ന
പ്രധാനപ്പെട്ട ഒരു ജ്യൂസ്, ഇൻഡസ്ട്രിയൽ ജ്യൂസ് ഓർ ആൽക്കലൈൻ ജ്യൂസ് ഈ ഹെപ്പാറ്റിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന ആൽക്കലൈൻ ജ്യൂസാണ് ബൈൽ. ബൈൽ എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ ഉള്ള ഹെപ്പാറ്റിക് സെൽസ് സെക്രീറ്റ് ചെയ്ത് വിടുന്ന ജ്യൂസാണ് ബൈൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇത്രയും വലിയ ലോബാണ്, ഇത്രയും വലിയ ഇതിന്ന് ഒരുപാട് ബൈല് സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് നോർമലായിട്ട് ഇതൊന്ന് മനസ്സിലാവാം. അപ്പോൾ ഇങ്ങനെ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ബൈലുകളെ കളക്ട് ചെയ്യുന്നത് ബൈൽ ചാനൽസ് വഴിയാണ്. ബൈൽ ചാനൽസ് ഓർ ബൈൽ കാപ്പിലറീസ് വഴി ഈ ബൈലിനെ കളക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള സ്മോൾ ബൈൽ ചാനൽസ് ഓർ ബൈൽ കാപ്പിലറീസ് എല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് എന്തുണ്ടാവും? ഹെപ്പാറ്റിക് ഡക്റ്റ് ഉണ്ടാവും. അപ്പം എന്തൊക്കെ പറഞ്ഞേ? ബൈല് ഉണ്ടാക്കുന്ന ഹെപ്പാറ്റിക് സെൽസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ബൈലുകൾ എല്ലാം കളക്ട് ചെയ്യുന്നത് ബൈൽ ചാനൽസ് വഴിയാണ്, ഓർ ബൈൽ കാപ്പിലറീസ്. ഇങ്ങനെയുള്ള സ്മോൾ ബൈൽ ചാനൽസ് ഓർ ബൈൽ കാപ്പിലറീസ് എല്ലാം കൂടെ വന്ന് യുണൈറ്റ് ചെയ്യുന്നതാണ് ഹെപ്പാറ്റിക് ഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഹെപ്പാറ്റിക് ഡക്റ്റ്. ദെൻ ഹെപ്പാറ്റിക് ഡക്റ്റ് ജോയിൻസ് വിത്ത് സിസ്റ്റിക് ഡക്റ്റ്. സിസ്റ്റിക് ഡക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞേ? സിസ്റ്റിക് ഡക്റ്റ് എന്ന് പറയുന്നത് ഗോൾ ബ്ലാഡർ എന്നുള്ള ഡക്റ്റ് ആണെന്ന് പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു. ദിസ് സിസ്റ്റിക് ഡക്റ്റ് ഈസ് ഫ്രം ഗോൾ ബ്ലാഡർ. ഗോൾ ബ്ലാഡർ എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞേ? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലോബ്സിന്റെ മിഡിലായിട്ട് ഒരു ചെറിയൊരു ഓർഗൻ ഇരിക്കുന്നതാണ് ഗോൾ ബ്ലാഡർ. അപ്പൊ സിസ്റ്റിക് ഡക്റ്റും ഹെപ്പാറ്റിക് ഡക്റ്റും കൂടെ വന്ന് ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തിട്ട് ഒരു കോമൺ ഡക്റ്റ് ഫോം ചെയ്യും. അതാണ് ബൈൽ ഡക്റ്റ്. ഈസ് ദി ബൈൽ ഡക്റ്റ്. ബൈൽ ഡക്റ്റ് ഇങ്ങനെ, ഇതാണ് വലിയ ഡക്റ്റ്. ഈ ബൈൽ ഡക്റ്റ് ഓപ്പൺ ഓർ പാസസ് ടു പാൻക്രിയാസ് വഴി അത് പാസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നതിൽ അവസാനം അത് ഡിയോഡിനത്തിൽ വന്ന് ഓപ്പൺ ചെയ്യും. ഇതിൽ കുറച്ച് പറയാനുണ്ട്, ഇത്തിരി കൂടെ പറയാനുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞതൊന്നും കൂടെ പറയാം. നമ്മൾ എന്താണ് പ്രധാനപ്പെട്ട ഒരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആണ്, അത് പറഞ്ഞു കഴിഞ്ഞു. HCl ആൻഡ് പെപ്സി എന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ ഈസ് ദി ലിവർ. ലിവർ ഈസ് എ ട്രൈലോബ്ഡ് ഗ്ലാൻഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് റൈറ്റ്, ലെഫ്റ്റ് ആൻഡ് മീഡിയൻ ലോബ്. ബിറ്റ്വീൻ ദി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലോബ് ഈസ് ദി ഗോൾ ബ്ലാഡർ. ഗോൾ ബ്ലാഡർ എന്ന് വരുന്ന ഡക്റ്റാണ് സിസ്റ്റിക് ഡക്റ്റ് എന്ന് പറഞ്ഞു. ദെൻ ഓരോ ലോബിനെ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ ഓരോ ലോബും ഫോം ചെയ്താണ് ലൊബ്യൂൾസ് കൊണ്ടാണെന്ന് പറഞ്ഞു. ലൊബ്യൂൾസ് ഉണ്ടായത് സ്മോൾ ഹെപ്പാറ്റിക് സെൽസ് കൊണ്ടാണെന്ന് പറഞ്ഞു. ഹെപ്പാറ്റിക് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് ബൈൽ. ബൈല് കളക്ട് ചെയ്യുന്നത് ബൈൽ ചാനൽസ് ഓർ ബൈൽ കാപ്പിലറീസ് വഴിയാണ്. സ്മോൾ ബൈൽ കാപ്പിലറീസ് ഓർ ചാനൽസ് ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാവും? ഹെപ്പാറ്റിക് ഡക്റ്റ് ഫോം ചെയ്യും. Hepatic duct combines with cystic duct from gallbladder to form എന്താണ്? ഫൈനൽ ബൈൽ ഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ബൈൽ ഡക്റ്റ് വന്ന് ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇവിടെ ഇപ്പം എന്താ പറഞ്ഞേ? ബൈൽ ഡക്റ്റ് വഴി അത് പാൻക്രിയാസിൽ വരും. പാൻക്രിയാസിൽ നിന്ന് അത് ഡിയോഡിനത്തിലോട്ട് വന്ന് ഓപ്പൺ ചെയ്യും കേട്ടോ. അത്രയാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ബൈൽ ഡക്റ്റ് നിന്ന് മേ ബി ട്രെയിൻ ടു ഡിയോഡിനം. ഒന്നിലോ അത് ബൈൽ ഡക്റ്റ് നിന്ന് പാൻക്രിയാസ് വഴി ഡിയോഡിനത്തിലോട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ബൈൽ മേ ബി എന്താണ് സ്റ്റോർഡ് ഇൻ ഗോൾ ബ്ലാഡർ. ഗോൾ ബ്ലാഡറിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയോ ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഡിയോഡിനത്തിലോട്ട് എത്തിയാൽ മതിയല്ലോ. ഒന്നിലോ ഉണ്ടാവുന്ന ബൈൽസ് കുറച്ചായിട്ട് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ബൈൽ ഡക്റ്റ് വഴി പാൻക്രിയാസ് വഴി ഡിയോഡിനത്തിലോട്ട് എത്താം. അങ്ങനെ പറഞ്ഞു. ഇനി വാട്ട് ഈസ് എ ബൈൽ? ബൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമ്മൾ പറഞ്ഞു അതൊരു ഡൈജസ്റ്റീവ് ജ്യൂസ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആൽക്കലൈൻ ജ്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇതെന്താണ്? ഇത് ശരിക്ക് നോ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒന്നുമില്ല.
ഇതിൽ എൻസൈംസ് ഒന്നും കാണുന്നില്ല. പിന്നെ എന്താണ് ഇതിലുള്ളത്? കണ്ടെയ്ൻസ്. എന്തൊക്കെയാണ് ഇതിലുള്ളത്? ബൈൽ സോൾട്ട്. ബൈൽ സോൾട്ട് ഉണ്ട്. ദെൻ ബൈൽ പിഗ്മെന്റ്സ് ഉണ്ട്. ദെൻ കൊളസ്ട്രോൾ ഉണ്ട്. ദെൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ലെസിറ്റിൻ. ഇതൊക്കെയാണ് ബൈലിലുള്ളത്. ദെൻ ഇവരെന്താണ് സഹായിക്കുന്നത്? ഈ ഇത്രയും സാധനങ്ങളൊക്കെ കൂടിയിട്ട് എന്താണ് ഇവർ സഹായിക്കുന്നത്? ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ്? ബൈൽ സോൾട്ട് റെഡ്യൂസ് ദി അസിഡിറ്റി ഓഫ് ദി ഇൻകമിങ് ഫ്ലൂയിഡ്. അതായത് അസിഡിറ്റി ഓഫ് ദി ഇൻകമിങ് ഫ്ലൂയിഡിൻ്റെ അസിഡിറ്റീനെ റെഡ്യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതെന്താണ്? ബൈൽ ഈസ് ആക്ച്വലി എ ആൽക്കലൈൻ ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു. അപ്പം ഹൈലി അസിഡിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഏത് സ്റ്റൊമക്കിൽ നിന്നാണ് ഫുഡ് ഇങ്ങോട്ട് വരണത് അല്ലേ? ഫുഡ് ഫുള്ളും ഹൈലി അസിഡിക് ആയിട്ടുള്ള ഫുഡായിരിക്കും. അങ്ങനെയുള്ള ഈ അസിഡിക് ഫുഡിനെ അസിഡിറ്റീനെ ന്യൂട്രലൈസ് ചെയ്യാണ് ബൈൽ സോൾട്ട് പ്രധാനമായിട്ട്. അത് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇൻഡസ്ട്രീനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ അസിഡിറ്റി കുറയ്ക്കുക അല്ലെങ്കിൽ എന്താണ് ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. രണ്ടാമത്തെ ബൈലിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. അതായത് ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഇത്രയാണ് ലിവറിൻ്റെ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആയിരുന്നു. രണ്ടാമത്തേന്ന് പറയുന്നത് ലിവർ ആയിരുന്നു. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. നെക്സ്റ്റ് വൺ ഈസ് ദി പാൻക്രിയാസ്. പാൻക്രിയാസ് ഈസ് ഡിഫ്യൂസ് ആൻഡ് റെഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ്. നമുക്കിപ്പോൾ നേരത്തെ കാണിച്ച ഡയഗ്രത്തിൽ പാൻക്രിയാസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഇറ്റ് ഈസ് ദി പാൻക്രിയാസ്. ഇതാണ് ഈ പോർഷനാണ് പാൻക്രിയാസ്. ഈ പോർഷൻ ഈ ഗ്ലാൻഡിൻ്റെ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടില്ലേ? ഈ ഗ്ലാൻഡാണ് പാൻക്രിയാസ്. ഇറ്റ് ഈസ് ദി പാൻക്രിയാസ് പോർഷനാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ പാൻക്രിയാസ് എന്താണെന്ന് പറഞ്ഞാൽ ഈസ് എ ഡിഫ്യൂസ് ആൻഡ് ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്ന് പറഞ്ഞത്. ഡിഫ്യൂസ് ആൻഡ് ഇറഗുലർലി ഷേപ്ഡ് ഗ്ലാൻഡാണ്. നെക്സ്റ്റ് എവിടെയാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ കണ്ടു സ്റ്റൊമക്കിൻ്റെയും ഡിയോഡിനത്തിൻ്റെയും ഇടയിലായിട്ട് പാൻക്രിയാസ് അവിടെ ലൊക്കേറ്റ് ചെയ്ത് വെച്ചേക്കുക. എവിടുന്ന്? അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ബിറ്റ്വീൻ ദി സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ പൈലോറിക് ആ പോർഷനായിട്ട് വരും. ആൻഡ് ഡിയോഡിനം എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടല്ലേ ഡിയോഡിനം എന്ന് പറയുന്നത്. ആൻഡ് ഇനി പാൻക്രിയാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഹെട്രോക്രൈൻ ഗ്ലാൻഡ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ഹെട്രോക്രൈൻ ഗ്ലാൻഡ് ആണ്. വാട്ട് ഈസ് എ ഹെട്രോക്രൈൻ ഗ്ലാൻഡ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് രണ്ട് ടൈപ്പ് സാധനങ്ങൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെൽസ്. അല്ലെങ്കിൽ ഇതിൽ കാണുന്നത് എന്താണ്? എക്സോക്രൈൻ പോർഷനും എൻഡോക്രൈൻ പോർഷൻ. It consists of exocrine and endocrine portion. ഇനി exocrine portion secrete enzymes of pancreatic fluid. pancreatic fluid ഇല്ല. പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈം പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോർഷനാണ് എക്സോക്രൈൻ. ദെൻ വാട്ട് അബൌട്ട് എൻഡോക്രൈൻ പോർഷൻ സെക്രീറ്റ് ചെയ്യുന്നതാണ് ഹോർമോൺസ്. ഫസ്റ്റ് നമുക്ക് എക്സോക്രൈൻ പാർട്സിനെ പറ്റി സ്റ്റഡി ചെയ്യാം. എന്താണ് എക്സോക്രൈൻ പോർഷൻ? എക്സോക്രൈൻ പോർഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടും പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. എക്സോക്രൈൻ പോർഷൻ സെക്രീറ്റ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ളത് എന്തൊക്കെയാണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് കൺസിസ്റ്റ് ഓഫ് amylopsin, trypsin,
ആൻഡ് ലിപ്പേസ്. 3 ടൈപ്പ് എൻസൈംസ് ആണ് ഇതിൽ കാണുന്നത്. അമൈലോപ്സിൻ എന്ന് പറഞ്ഞാൽ ഇത് കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റിംഗ് ആയിട്ടുള്ള എൻസൈമാണ്, അതായത് സ്റ്റാർച്ച് സ്പ്ലിറ്റിംഗ് ആയിട്ടുള്ള എൻസൈമാണ് അമൈലോപ്സിൻ. നെക്സ്റ്റ് ഈസ് ദി ട്രിപ്സിൻ. ട്രിപ്സിൻ എഗെയിൻ പെപ്സിൻ വെച്ചിട്ട് പ്രോട്ടീനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി അതിന് സ്മോൾ യൂണിറ്റ്സ് ആക്കണം, അമിനോ ആസിഡ്സ് ഒക്കെ ആക്കണം. അതിനുവേണ്ടി സഹായിക്കുന്ന എൻസൈമാണ് പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് എൻസൈമാണ് ട്രിപ്സിൻ. പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് എൻസൈം ദാറ്റ് പ്രസന്റ് എവിടെയാണ്? പാൻക്രിയാസിൽ കാണുന്നതാണ് ട്രിപ്സിൻ. നെക്സ്റ്റ് ലിപ്പേസ് ഓർ സ്റ്റീപ്സിൻ എന്ന് പറയുന്നത് കേട്ടോ. ലിപ്പേസ് എന്തായിരിക്കും? ഫാറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈം ആണ് കേട്ടോ. ഫാറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈം ദാറ്റ് പ്രസന്റ് ഇൻ ദി പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് ലിപ്പേസ്. അപ്പം എന്താണ്? 3 ടൈപ്പ് എൻസൈംസിലുണ്ട്. കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റിംഗ്, പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് ആൻഡ് ഫാറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈംസ് ഉണ്ട് ഇതിൽ. നെക്സ്റ്റ് ഇനി ഇതിൻ്റെ എന്താണ് എക്സോക്രൈൻ പോർഷൻ്റെ അതിൻ്റെ ആ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പൗണ്ട്. എക്സോക്രൈൻ പോർഷൻ ഈസ് എ കോമ്പൗണ്ട് alveolar gland formed of numerous glandular and vesicular chambers, alveoli and acini. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ആൽവിയോളൈ പോലെയുള്ള സ്ട്രക്ചേഴ്സും അസിനി അല്ലെങ്കിൽ അസിനാർ സെൽസ് ഫോം ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഗ്ലാൻഡാണ് ഇത് എന്ന് പറയാം, ഈ എക്സോക്രൈൻ പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഇതിൽ അസിനാർ സെൽസ് ഈസ്, അപ്പം എന്താ പറഞ്ഞ്, അസിനാർ സെൽസും ആൽവിയോളാർ സെൽസും ഒക്കെ കൂടിയിട്ടാണ് ഇത് ഉണ്ടായത് എന്ന് പറഞ്ഞു. ആൽവിയോളൈ ആൻഡ് അസിനൈ. ഈ അസിനാർ സെൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അസിനാർ സെൽസിൽ നിറച്ച സൈമോജൻ ഗ്രാന്യൂൾസ് കാണേണ്ടത്. സൈമോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനാക്റ്റീവ് എൻസൈമിൻ്റെ ഇനാക്റ്റീവ് ഫോംസ് ഈ അസിനാർ സെൽസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താണ് നിറച്ചിങ്ങനെ എന്താണ് അങ്ങനെയായിട്ടായിരിക്കണം. ഇനാക്റ്റീവായിട്ട് കുറേ ഗ്രാന്യൂൾസ് ഇരിക്കണം. ഫുഡ് വരുമ്പോൾ മാത്രമേ അത് ആക്റ്റീവായിട്ട് പാൻക്രിയാറ്റിക് ജ്യൂസായിട്ട് വെളിയിലോട്ട് പോകുള്ളൂ. ഇനി ദെൻ ഈ അസിനാർ സെൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അസിനാർ സെൽസ് ഒരു സെൻട്രൽ ലൂമൻ ഉണ്ടാവുന്നു. സെൻട്രൽ ലൂമന് ചുറ്റുമായിട്ട് അസിനാർ സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് അസിനീസ് എന്ന് പറഞ്ഞത്. മനസ്സിലായി? അസിനാർ സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സെൻട്രൽ ലൂമന് ചുറ്റുമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ അസിനി അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞത്. ഇങ്ങനെ ന്യൂമറസ് ആണ്. ഒരു പാൻക്രിയാസിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുത്തപ്പോഴാണ് ഇത് പറഞ്ഞത്. അങ്ങനെ നിറച്ച് എക്സോക്രൈൻ ആയിട്ടുള്ളൊരു ഗ്ലാൻഡ് ആയിട്ടാണ് ഇത് ഫോം ചെയ്തിരുന്നത്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അസിനസും, അതായത് ഈ ഒരെണ്ണം അസിനസ്സെന്നും എന്താണ് കണ്ടിന്യൂസ് എ സ്മോൾ ട്യൂബ്യൂൾ, ചെറിയൊരു ട്യൂബ്യൂള് എന്ന് എറൈസ് ചെയ്ത് വരുന്നുണ്ട്. ഓരോന്നും ചെറിയൊരു ട്യൂബ് എറൈസ് ചെയ്ത് വരുന്നുണ്ട്. ആ ട്യൂബിനെ നമുക്ക് ഇൻട്രാ ലോബുലാർ ഡക്റ്റ് എന്ന് പറയാം. ഇൻട്രാ ലോബുലാർ ഡക്റ്റ്. അപ്പം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഇങ്ങനെയുള്ള ഇൻട്രാ ലോബുലാർ ഡക്റ്റുകൾ ജോയിൻ ചെയ്തിട്ട് എന്താണ് കുറച്ച് ചെറിയ ചെറിയ ഇൻട്രാ ലോബുലാർ ഡക്റ്റുകൾ ജോയിൻ ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ് ഇന്റർ ലോബുലാർ ഡക്റ്റുകൾ ഉണ്ടാകുന്നു. അപ്പം എന്താണ് പറഞ്ഞ ഓരോ അസിനസ്സെന്നും എന്തൊക്കെയാണ് ഒരുപാട് ഇൻട്രാ ലോബുലാർ ഡക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ആ ഇൻട്രാ ലോബുലാർ ഡക്റ്റുകൾ പലതും ജോയിൻ ചെയ്തിട്ട് എന്താണ് ഇന്റർ ലോബുലാർ ഡക്റ്റുകൾ ഉണ്ടാവുന്നു. ദെൻ ഇന്റർ ലോബുലാർ ഡക്റ്റുകൾ എല്ലാം കൂടെ ആരോട്ട് വന്ന് ജോയിൻ ചെയ്തു? പാൻക്രിയാറ്റിക് ഡക്റ്റുകളിലോട്ട് വന്ന് ജോയിൻ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പാൻക്രിയാറ്റിക് ഡക്റ്റായിട്ട് അത് ഫോം ചെയ്യണം. ദെൻ പാൻക്രിയാറ്റിക് ഡക്റ്റ് എല്ലാം അങ്ങനെ വരുന്ന ഒരുപാട് പാൻക്രിയാറ്റിക് ഡക്റ്റുകൾ. പാൻക്രിയാസിന് വലിയ ഗ്ലാൻഡ് അല്ലേ. അപ്പം അവിടുന്നുള്ള ഇങ്ങനെയുള്ള പാൻക്രിയാറ്റിക് ഡക്റ്റുകൾ
ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാവും? ഇങ്ങനെയുള്ള പാങ്ക്രിയാറ്റിക് ഡക്റ്റുകൾ ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാവും? ജോയിൻ ടു ബൈൽ ഡക്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ബൈൽ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്യുന്നു പറഞ്ഞു, ആദ്യം പറഞ്ഞാണ്. ഫോമിങ്, അതാണ് പാങ്ക്രിയാറ്റിക് ഡക്റ്റുകൾ ബൈൽ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ഹെപ്പാറ്റോ പാങ്ക്രിയാറ്റിക് ഡക്റ്റ്. ഇതാണ് ആക്ച്വലി വന്നിട്ട് ഡിയോഡിനത്തിൽ വന്ന ഓപ്പൺ ചെയ്യണത്. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഈ പർട്ടിക്കുലർ പോർഷനാണ് ഡിയോഡിനത്തിൽ വന്ന ഓപ്പൺ ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞ് അസിനസ്, ഓരോ അസിനസിനും ഇൻട്രാലോബുലാർ ഡക്റ്റുകൾ ഉണ്ടാവും. അത് പലതും ചേർന്ന് ഇന്റർലോബുലാർ ഡക്റ്റ് വന്നിട്ട് പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ആവും. പാങ്ക്രിയാറ്റിക് ഡക്റ്റ് combines with bile duct to form hepatopancreatic duct and which opens into the duodenum. ഇതാണ് നമ്മുടെ എക്സോക്രൈൻ പോർഷൻ ഓഫ് ദി പാങ്ക്രിയാസ്. പാങ്ക്രിയാസിന്റെ എക്സോക്രൈൻ പോർഷനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ദെൻ എക്സോക്രൈൻ പോർഷനാണ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ദെൻ വാട്ട് അബൌട്ട് ദി എൻഡോക്രൈൻ പോർഷൻ? എൻഡോക്രൈൻ പോർഷൻ, എൻഡോക്രൈൻ പോർഷൻ എന്താണ്? സ്കാറ്റേർഡ് ഗ്രൂപ്പ് ഓഫ് എൻഡോക്രൈൻ സെൽസ് ഉണ്ടെന്ന്. എൻഡോക്രൈൻ സെൽസ്, അപ്പോൾ നമ്മുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ എൻഡോക്രൈൻ സെൽസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുക. ഇതിന് അപ്പം അതാണ് സ്കാറ്റർ ചെയ്ത് കിടക്കണോണ്ട് തന്നെ ഇത് ഐലറ്റ്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതിനെന്നുകൊണ്ട് തന്നെ പാങ്ക്രിയാറ്റിക് ഐലറ്റ്സ് പറയുന്നത്. പാങ്ക്രിയാറ്റിക് ഐലറ്റ്സ് വിച്ച് സെക്രീറ്റ് ദ ഹോർമോൺ ഇൻസുലിൻ. പിന്നെ അതിൽ ബ്ലഡ് സെൽസ് ഒക്കെ കാണുന്നുണ്ട്, ബ്ലഡ് വെസൽസ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, വിച്ച് സെക്രീറ്റ്സ് ഇൻസുലിൻ. അപ്പോൾ ഇതാണ് എൻഡോക്രൈൻ പോർഷൻ്റെ സ്ട്രക്ചർ. ഇത്രയുള്ളൂ എൻഡോക്രൈൻ. Then intestinal glands. Last portion is the intestinal glands. ഏത് ഡൈജസ്റ്റീവ് ഗ്ലാൻസിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് intestinal glands. Intestinal glands for എന്താണ്? intestinal glands secrete intestinal juice. intestinal juice ആണ് അവർ സെക്രീറ്റ് ചെയ്യണത്. ഇൻറ്റസ്റ്റിനൽ ജ്യൂസ് എന്തായിരിക്കും അതിൽ ഉള്ളത്? ഇൻറ്റസ്റ്റിനൽ ജ്യൂസ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് ഓർ ഫാറ്റ് സ്പ്ലിറ്റിംഗ് ആയിട്ടുള്ള എൻസൈംസ് ആയിരിക്കും കേട്ടോ. ഇത്രയാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ്. ഡൈജസ്റ്റീവ് ഗ്ലാൻസ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഫ്രം സ്റ്റൊമക്ക്, ദെൻ ലിവർ, അത് വെളിയിലിരിക്കുന്ന ഒരു ഓർഗനാണ്. ലിവറിൽ നിന്നാണ് പ്രധാനമായിട്ടും ബൈൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ദെൻ അതിനോട് അസോസിയേറ്റഡ് ഉള്ള ഗ്ലാൻഡ് തന്നെയാണ് പാങ്ക്രിയാസ്. പാങ്ക്രിയാസും പാങ്ക്രിയാറ്റിക് ജ്യൂസും ഇതുപോലെ തന്നെ ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സോക്രൈൻ പാർട്ടാണ് പാങ്ക്രിയാറ്റിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യണത്. ദെൻ എൻഡോക്രൈൻ പാർട്ട് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഇതാണ്. അത് ഡൈജഷനുമായിട്ട് ബന്ധമുള്ളതല്ല, അത് ഹോർമോൺ എൻഡോക്രൈൻ സെൽസ് ആണ് അതിലുള്ളത്. പാങ്ക്രിയാറ്റിക് ഐലറ്റ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് ദി ഇൻറ്റസ്റ്റിനൽ ഗ്ലാൻസ്. ഇൻറ്റസ്റ്റിനൽ ഗ്ലാൻസ് ഇൻറ്റസ്റ്റിനൽ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഇൻറ്റസ്റ്റിനൽ ജ്യൂസ് ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഇത്രയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ എന്താണ് ഇവരുടെ ആക്ച്വൽ ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഫുഡ് ക്യാപ്ചർ ആൻഡ് ഡൈജഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നതാണ് കേട്ടോ. ഫ്രോഗ് എന്ന് പറയുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോഗ് ഈസ് എ കാർണിവോറാണ്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് ഫീഡിങ് ഓൺ ഇൻസെക്ട്സ് ആണ്. സ്മോൾ ആനിമൽസിനെയൊക്കെ അത് ഫീഡ് ചെയ്യും. അതായത് എർത്ത് വേംസ്, ഇൻസെക്ട്സ്, അങ്ങനെയുള്ള സ്മോൾ ആനിമൽസിനെയൊക്കെ അതിനെ കഴിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കഴിക്കുന്ന ഇതിനെ പിടിക്കണ്ടേ, പിടിച്ച് കഴിക്കുന്നത് നമ്മൾ കണ്ടു നേരത്തെ ബൈഫിഡ് ചങ്ങാണെന്ന്. അപ്പം ചങ്ങ എന്ന് പറയുന്നത് മസ്കുലാറാണ്, ബൈഫിഡാണ്, സ്റ്റിക്കി ആണെന്ന്. അപ്പം ഈ ഫുഡ് പ്രേനെ ജസ്റ്റ് ഈ ചങ്ങിൽ വെച്ചിട്ട് എൻറ്റാങ്കിൾ ചെയ്യണം.
മനസ്സിലായില്ലേ? എന്നിട്ട് അത് നേരെ വായിലോട്ടും എടുക്കുകയാണ്. അപ്പൊ ഒരു വിധം അത് മൗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ദെൻ ഫുഡ് അലിമെന്ററി കനാല് വഴി അങ്ങ് താഴോട്ട് പോകും. അത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് വഴി അതങ്ങ് താഴോട്ട് അതിനെ താഴോട്ട് കൊണ്ടുപോകും അലിമെന്ററി കനാലിന്റെ ഉള്ളിലൂടെ. ദെൻ ഡൈജഷൻ, ആക്ച്വൽ ഡൈജഷൻ എന്ന് പറയുന്നത്, ഡൈജഷൻ ജസ്റ്റ് ആദ്യം തൊട്ട് ഉണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റൊമക്കിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ HCl ഉണ്ട് പെപ്സിനും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ആദ്യം പ്രേ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രേനെ സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രേനെ കില്ല് ചെയ്യും. ആരാണ് കില്ല? ഡിസിൻറ്റഗ്രേറ്റഡ് ബൈ HCl വെച്ചിട്ട് പ്രേനെ ആദ്യം തന്നെ കില്ല് ചെയ്യണം. മനസ്സിലായി? ദെൻ അതിന്റെ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവുമല്ലോ, ആ പ്രോട്ടീൻ പാർട്ടിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് എൻസൈം ആണ് പെപ്സിൻ. പെപ്സിൻ എന്താ ചെയ്യുന്നത്? പെപ്സിൻ കൺവേർട്ട് പ്രോട്ടീൻ ടു പെപ്റ്റോൺസ്. പ്രോട്ടീൻസിനെ പെപ്റ്റോൺസ് ആക്കി മാറ്റും. അപ്പൊ ആദ്യം എന്താ ചെയ്തേ? അത് മൗത്തുനിന്ന് വഴി, ഈസോഫാഗസ് ഒക്കെ വഴി സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ HCl വെച്ചിട്ട് ആദ്യം തന്നെ ആ പർട്ടിക്കുലർ സാധനത്തിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പ്രോട്ടീൻ, അതിന്റെ പ്രോട്ടീൻ പാർട്ടായിട്ട് തന്നെ മാത്രം എന്ത് ചെയ്തു? പെപ്സിൻ വന്നിട്ട് പെപ്റ്റോൺസ് ആക്കി മാറ്റി. നെക്സ്റ്റ്, ഇങ്ങനെയുള്ള പാർട്ട്ലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെയാണ് പാർട്ട്ലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ്. എന്തുകൊണ്ടാണ് പാർട്ട്ലി ഡൈജസ്റ്റഡ്? പ്രോട്ടീൻ ഒന്നുമില്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫാറ്റ് ഒന്നും ഇവിടെ ഡൈജഷൻ നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഫുഡിനെയാണ് കൈം എന്ന് പറയുന്നത് കേട്ടോ. പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡ് പ്രസന്റ് ഇൻ സ്റ്റൊമക്കിനെയാണ് കൈം. കൈം പാസസ് ഇൻ ടു, അപ്പൊ നമുക്കറിയാം ഇതിവിടെ സ്റ്റൊമക്കാണ്. സ്റ്റൊമക്കിന്ന് നെക്സ്റ്റ് അടുത്തതിലോട്ട് വരുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. കൈം പാസസ് ഇൻ ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് നമ്മൾ ബാക്കി എല്ലാ സാധനങ്ങളുടെയും കാര്യം പറയുന്നത്. എന്തൊക്കെയാണ്? ഡിയോഡിനം, പിന്നെന്താ? പാൻക്രിയാസ്, ലിവർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ കൈം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈം ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ, ആരൊക്കെയാണ് ഇതിൽ ആക്ട് ചെയ്യാൻ വരുന്നത്? ബൈല്, പിന്നെന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇതിന്റെ ഒക്കെ ഡക്റ്റ് ഇവിടെ വന്നല്ലോ, ഡിയോഡിനത്തിൽ വന്നാണ് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. ദെൻ ഇൻഡസ്റ്റൈനൽ ജ്യൂസ്, ഇതെല്ലാം വന്ന് ഓപ്പൺ ചെയ്ത്, അപ്പൊ ഡിയോഡിനത്തിൽ വരുമ്പോൾ ഈ പാർട്ട്ലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്യും. ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? ബൈലിന്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. എന്താണ്? എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. എമൽസിഫിക്കേഷൻ നടക്കണം. എന്താണ്? ഫാറ്റിന്റെ എമൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ആയിട്ടുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സ്മോൾ ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റും, കൊച്ചു ഇതാക്കും. ദെൻ അടുത്ത ഫംഗ്ഷൻ എന്താണ്? ന്യൂട്രലൈസസ് ദി അസിഡിറ്റി ഓഫ് ഫുഡ്. അസിഡിറ്റി ലാഡൻ ആയിട്ടുള്ള ഫുഡിനെ ന്യൂട്രലൈസ് ചെയ്തു. അതായത് ആൽക്കലൈൻ ആണ് ബൈല് അല്ലേ. അപ്പൊ ഇവിടെ ഈ കൈം എന്ന് പറയുന്നത് ഹൈലി അസിഡിക് ആയിട്ടുള്ള ഫുഡായിരുന്നു. ഈ അസിഡിക് ആയിട്ടുള്ള ഫുഡിനെ ന്യൂട്രലൈസ് ചെയ്യുക. പിന്നെന്താണ്? അതിലുള്ള ലാർജ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സ്മോൾ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കാണ് ബൈല് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ദി പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസ് ഞാൻ പറഞ്ഞു, പാൻക്രിയാറ്റിക് എൻസൈംസ് ആണ് ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ന് പറയുന്നത്. അതായത് ബാക്കി ഡൈജഷൻ നടത്തുന്ന ആൾക്കാരാണ് പാൻക്രിയാറ്റിക് എൻസൈംസ്. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസ്, പാൻക്രിയാറ്റിക് എൻസൈംസ് എന്തൊക്കെയാണ്? പാൻക്രിയാറ്റിക് എൻസൈംസ് നേരത്തെ പറഞ്ഞു. അമൈലോപ്സിൻ. അമൈലോപ്സിൻ എന്ത് ചെയ്തു? ഫസ്റ്റ് എൻസൈം ഈസ് ദി അമൈലോപ്സിൻ എന്ന് പറഞ്ഞു. അത് സ്റ്റാർ സ്പ്ലിറ്റിംഗ് ആണെന്ന് പറഞ്ഞു അല്ലേ. കാർബോഹൈഡ്രേറ്റ്സിനെ എന്താക്കി? സിമ്പിൾ ഷുഗേഴ്സ്. അമൈലോപ്സിൻ. ദെൻ പെപ്റ്റോൺസ്, പ്രോട്ടീൻസിനെ എന്ത് ചെയ്തു? പ്രോട്ടീൻസിനെ പെപ്റ്റോൺസ് ആൻഡ് അമിനോ ആസിഡ്സ് ആക്കി. നെക്സ്റ്റ് അപ്പൊ ഒരെണ്ണം എന്ന് പറയുന്നത് അമൈലോപ്സിൻ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ദി ട്രിപ്സിൻ ആൻഡ് തേർഡ് വൺ ഈസ് ദി നമ്മൾ എന്താ പറഞ്ഞത്? ലിപ്പേസ്. ലിപ്പേസ് എന്ത് ചെയ്തു? ഫാറ്റ്സിനെ ലിപ്പേസ്, ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ആക്കി മാറ്റും കേട്ടോ. ലിപ്പേസ്
ലാക്ടേസ് എന്നാണ് എൻസൈമിന്റെ പേര്. അപ്പൊ 3 എൻസൈമാണ് പാൻക്രിയാറ്റിക് എൻസൈംസ്. അപ്പൊ കംപ്ലീറ്റ് ഡൈജഷനാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. ബാക്കി അതായത് എന്തൊക്കെയാണോ സ്റ്റൊമക്കിൽ വെച്ച് തീരാറുന്നത് അതെന്ത് ചെയ്തു, പാൻക്രിയാറ്റിക് ജ്യൂസ് വന്നു, അതിലത്തെ എൻസൈംസ് വന്നു. ദെൻ നെക്സ്റ്റ് ഈസ് ദി ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. ഇൻഡസ്റ്റൈനൽ ജ്യൂസിൽ നമ്മൾ പറഞ്ഞു ഇൻഡസ്റ്റൈനൽ എൻസൈംസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇൻഡസ്റ്റൈനൽ എൻസൈംസ് ബ്രിങ് കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ്. കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ഫുഡാണ് മനസ്സിലായി. ഇനി എന്തെങ്കിലും ഡൈജസ്റ്റ് ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഡൈജസ്റ്റ് ചെയ്യണതാണ് ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. ദെൻ അപ്പോൾ അവിടെ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ഡൈജഷൻ നടന്നു കഴിഞ്ഞു. ദെൻ എന്താണ്, അങ്ങനെ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഇൻഡസ്റ്റൈനൽ വാള് വഴി തന്നെ അബ്സോർബ് ചെയ്യും കേട്ടോ. ദെൻ എന്തെങ്കിലും മാറ്റർ അൺഡൈജസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെയുള്ള ഏതെങ്കിലും ഫുഡ് എന്ന് പറയാൻ പറ്റില്ല, റെസിഡ്യൂ ഏതെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് ഫീസസ് ആയിട്ട് ക്ലോയാക്കൽ ഓപ്പണിംഗ് വഴി അത് വെളിയിലോട്ട് പോകും. ആ പ്രോസസ്സിനെയാണ് ഡിഫീക്കേഷൻ എന്ന് പറയുന്നത്. ഡിഫീക്കേഷൻ. അപ്പൊ ഇത്രയാണ് ഫുള്ളായിട്ടുള്ള ഡൈജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു.